ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇല്ലാത്ത സമയത്ത് കുഞ്ഞിലെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പി കേട്ടോ. ഒരൊട്ടി എന്ന് പറയുന്നില്ല, ഒരൊട്ടിയും ചിക്കൻ കറിയും. ചിക്കൻ കറി പണ്ടൊന്നും കറിയൊന്നും ഇല്ലായിരുന്നു, ഒരൊട്ടി മാത്രമാണ് ഞങ്ങൾ കട്ടൻ ചായയും കുടിച്ചേ ഒരൊട്ടിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനതിന് ചിക്കൻ കറി കൂടെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാറുണ്ട്. എനിക്ക് നൊസ്റ്റാൾജിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കറിയൊന്നും ഇല്ലെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി പച്ചരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി എടുത്ത് ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇട്ടു. കട്ടനൊക്കെ ഇട്ട് കട്ടൻ കുടിച്ചിട്ട് വരുന്ന ടൈമിലേക്ക് ഒരു 10 മിനിറ്റ് ഇട്ട് വെള്ളത്തിൽ കിടന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇന്നലെ വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കട്ടനൊക്കെ ഇട്ടൊന്ന് കുടിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ പച്ചരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത മാവ് കണ്ടത് നിങ്ങൾ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരിച്ചിരി ജീരകം, കുറച്ച് ഉപ്പ്, പിന്നെ തേങ്ങ, ഇത്രയും നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യും. വളരെ ഈസി റെസിപ്പിയാണ്. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, നമ്മളെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ്, കുറച്ച് ജീരകം ഇട്ട് ഇളക്കി നിങ്ങൾ കാണാൻ എല്ലാവരും മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. പിന്നെ ഒരു ഇച്ചിരി തേങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പിൽ അട ഉണ്ടാക്കുന്ന അതേപോലെയാണ് കേട്ടോ. ഗോതമ്പ് അട ഉണ്ടാക്കിയെടുക്കത്തില്ല, അതുപോലെ അരിയിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അതേ രീതിയാണ്. നല്ല എളുപ്പവും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയെടുക്കുക, തേങ്ങയൊക്കെ ഇട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പാൻ അടുപ്പിൽ വെച്ചിട്ട് വയ്ക്കാം. ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കോരി ഒഴിക്കണം. ദോശ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ നമ്മൾ ദോശ പോലെ ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിങ്ങനെ ഒട്ടി ഇളകി വരും. നമ്മൾ അട ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. അടയൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി എണ്ണ തടയി കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് കണ്ടല്ലോ, മാവ് നമ്മൾ കോരി ഒഴിക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ പതുക്കെ പരത്തണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളതിങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇങ്ങനെ ഒട്ടി ഇളകി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ പരത്താൻ. ഒത്തിരി അങ്ങോട്ട് പരത്താനും പറ്റത്തില്ല. എന്നുള്ളത് നിങ്ങൾ അടയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. അട പോലെ ചെറിയൊരു കട്ടി ഉണ്ടാവാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം തേങ്ങയൊക്കെ ഇടുന്നില്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഫോണിൽ നിന്ന് പോയിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റിങ്ങൊക്കെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് എൻ്റെ ഫോൺ ഫുൾ സ്റ്റോറേജ് കാണിച്ചപ്പോൾ ഞാൻ വേറെ വീഡിയോസ് ഡിലീറ്റാക്കി കളഞ്ഞതിൻ്റെ കൂടെ അതും ഡിലീറ്റായിപ്പോയി. എഡിറ്റൊക്കെ ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയ ഒരു വീഡിയോ ആയിപ്പോയി. സേവ് ചെയ്യാൻ സമയമായപ്പോഴായിരുന്നു അതൊക്കെ ഡിലീറ്റായിപ്പോയി. ആകെ സങ്കടം വന്നു. ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്നു കേട്ടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് ഉച്ച കഴിയുന്നവരെ ഒരു 3 മണി 4 മണി ആയിട്ടുണ്ടാവും ഇവിടെ. എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തൊന്ന് വീഡിയോ എല്ലാം ഇടാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരുന്നു. സേവ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പോയതെല്ലാം. ഇതുപോലൊരു സങ്കടം സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. വളരെ ചിക്കൻ കറിയും ഗീ റൈസും ഒക്കെ ഉണ്ടാക്കുന്നതുണ്ടായിരുന്നു. രാവിലെ തൊട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. അപ്പോൾ നമ്മുടെ ഒരൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറച്ചിടുക കേട്ടോ. കുറച്ച് നല്ല മൂത്ത് വരുന്നവരെ നമ്മൾ വെക്കുന്നതാണ്. കാരണം അതാണൊരു ടേസ്റ്റ്. ഉള്ളൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ട് തീ കുറച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേഗത്തില്ല. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരൊട്ടിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഒരിക്കൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഒന്നുമില്ലാത്തപ്പോൾ വെറുതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നെ ഒന്ന് ബെൽ ബട്ടണും കൊണ്ട് നിങ്ങളൊന്ന് ഇത് ചെയ്യണം കേട്ടോ, എനേബിൾ ചെയ്യണം. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്, താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു ശുഭദിനം നേരുന്നു. ബൈ, ടേക്ക് കെയർ ഗൈസ്.